നേരം രണ്ടു വിധത്തിലാണ്. ഒന്ന് നല്ല നേരം, പിന്നെ ഒന്ന് ചീത്ത നേരം. അതുപോലെ തന്നെ ഫോറക്സ് മാർക്കറ്റിലും പല സെഷൻ ഉണ്ട്. ഇതിൽ ഏത് സെഷനിലാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്? സോ ന്യൂയോർക്ക് സെഷനാണ് ഏറ്റവും കൂടുതൽ വോളറ്റൈൽ. അത് കഴിഞ്ഞ് ലണ്ടൻ. ഈ രണ്ട് സെഷനും കൂട്ടിച്ചേരുന്ന ഒരു കിൽ സോൺ ഉണ്ട്, അത് മോസ്റ്റ് വോളറ്റൈൽ ആണ്. സോ നമുക്കിനി സെഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ പറയാം. സോ ന്യൂയോർക്ക് സെഷൻ തുടങ്ങുന്നത് ഇന്ത്യൻ ടൈമായി വൈകിട്ട് 5:30-ക്കാണ്. അത് ക്ലോസ് ആവുന്ന രണ്ടാമത്തെ ദിവസം രാവിലെ 2:30-ക്കാണ്. സോ ഇതാണ് ന്യൂയോർക്ക് സെഷൻ. സോ അതുപോലെ ലണ്ടൻ സെഷൻ തുടങ്ങുന്നത് ഉച്ചയ്ക്ക് 12:30-ക്കാണ്. അതുപോലെ തന്നെ 7:30-ക്ക് ക്ലോസ് ആവും. സോ ഇതിന്റെ ഇടയ്ക്ക് ലണ്ടൻ സെഷനും ന്യൂയോർക്ക് സെഷനും കൂടെ കൊളാപ്സ് ആവുന്ന ഒരു സെഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ കിൽ സോൺസ് എന്ന് പറയുന്നത്. കിൽ സോൺസിനെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഒരു ബിഗിനറായ നിങ്ങൾ ചിലപ്പോൾ ഇത് ഓർത്തിരിക്കണമെന്നില്ല. സോ അവിടെയാണ് നിങ്ങളെ ബേബി പിപ്സ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ബേബി പിപ്സ് ഓപ്പൺ ചെയ്ത് ടൂൾസിൽ ഫോറക്സ് മാർക്കറ്റ് അവേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോറക്സ് മാർക്കറ്റ് അവേഴ്സ് എന്ന് പറഞ്ഞൊരു വെബ് പേജ് നിങ്ങൾക്ക് കാണാം. ഇത് നിങ്ങൾക്ക് ഇന്ത്യൻ ടൈം വെച്ച് ഇപ്പൊ ഏത് സെഷനാണ് റൺ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. സോ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ന്യൂയോർക്ക് സെഷൻ ആണ് റൺ ആവുന്നത്. ബാക്കിയുള്ള സെഷൻസ് എല്ലാം ക്ലോസ്ഡ് ആണെന്ന് അറിയുന്നുണ്ട്. സോ ഇപ്പൊ കറന്റ് ന്യൂയോർക്ക് സെഷൻ മാത്രമേ ഓപ്പൺ ആവുന്നുള്ളൂ. അത് ക്ലോസ് ആവുന്ന ടൈമും കാണിക്കുന്നുണ്ട്, താഴെ വോളറ്റാലിറ്റി മീറ്ററും കാണിക്കുന്നുണ്ട്. സോ ട്രേഡ് ചെയ്യുന്നതിന് മുമ്പേ എപ്പോഴും നിങ്ങൾ സെഷൻ ഏതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഏറ്റവും വോളറ്റാലിറ്റി കുറവുള്ള സെഷൻ സിഡ്നി സെഷൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് വോളറ്റാലിറ്റി ഒന്നും കാണില്ല, ചെറിയ ചെറിയ മൂവ്സേ കാണും. സോ ഇത് പ്ലാൻ ചെയ്ത് വേണം നിങ്ങൾ ട്രേഡ് എടുക്കാൻ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കണം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്.